നമസ്കാരം. സ്പീഡ് ന്യൂസ്. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. പ്രധാനമന്ത്രി വന്നുപോയ വേദിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് ശ്രമമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തൃശൂരിൽ കുറ്റൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ. ജാസ്മിൻ ബിൽഡിംഗിലെ ഫാൻസി കടയ്ക്കാണ് തീപിടിച്ചത്. കുട്ടേക്കാട് സ്വദേശി വെളുത്താത്ത് ശശിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കത്തി നശിച്ചത്. ചാലക്കുടി മേലൂർ കൂവക്കാട്ടുകുന്നിൽ കോഴി ഫാമിൽ കുറുക്കന്മാരുടെ ആക്രമണം. 200ഓളം കോഴികൾ ചത്തു. കൂവക്കാട്ടുകുന്ന് മേച്ചേരി പോളിയുടെ 25 ദിവസം പ്രായമുള്ള കോഴികളാണ് ചത്തത്. നിർമ്മാണം സ്തംഭിച്ച കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് നവീകരണം നാളെ പുനരാരംഭിക്കും. 20 കോടി രൂപയോളം കുടിശ്ശിക വന്നതിനെ തുടർന്ന് നിർമ്മാണ കമ്പനി 2.5 മാസമായി പണികൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇതിൽ 10 കോടി രൂപ നൽകിയതോടെയാണ് നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കുന്നത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായി. പ്രധാനവേദിയായ ആശ്രാമ മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നടി ആശാ ശരത്തിന്റെ നൃത്താവിഷ്കാരത്തോടെയാണ് കലാമേളയ്ക്ക് തുടക്കമായത്. ദേശീയപാത മതിലകം പുതിയകാവ് വളവിനടുത്ത് പിക്കപ്പ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. വിഴിഞ്ഞം സ്വദേശികളായ ജോർജ്, അന്തോണി, അനീഷ്, മൈസൂർ സ്വദേശി പ്രസന്നൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ ഉഴവത്തുകടവ് തീരം വനിതാ ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി സബ് എഞ്ചിനീയർ പ്രദീപിനെ ആദരിച്ചു. വയലാറിൽ നടന്ന പുതുവത്സരാഘോഷ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി ജെറൂസലേം പെട്രോൾ പമ്പിന് മുൻപിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കടമ്പല്ലൂർ സ്വദേശി കല്ലായി വീട്ടിൽ ദാമോദരൻ, പഴഞ്ഞി സ്വദേശിനി കൊള്ളന്നൂർ വീട്ടിൽ അലീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ പങ്കെടുപ്പിച്ച് ചാലക് അവാർഡ് ഭവന്റെ നേതൃത്വത്തിൽ സർഗ മീറ്റ് സംഘടിപ്പിക്കും. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ ശനിയാഴ്ച നടക്കുന്ന പരിപാടി നഗരസഭാ ചെയർമാൻ AB ജോർജ് ഉദ്ഘാടനം ചെയ്യും. വേലൂരിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാറിടിച്ച് വൈദ്യുതി തൂൺ തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തണ്ടിലം പള്ളിക്ക് സമീപത്താണ് അപകടം. കൊടകര വല്ലപ്പാടിയിൽ പുനർനിർമ്മിച്ച ദേവമാതാ ദേവാലയത്തിന്റെ കൂദാശ കർമ്മം ഞായറാഴ്ച നടക്കും. കൂദാശ ചടങ്ങുകൾക്ക് ബിഷപ്പുമാർ പൂളിക്കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും തെക്കിങ്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന CT ദേവസി അനുസ്മരണവും സഹകാരി പുരസ്കാര വിതരണവും ശനിയാഴ്ച നടക്കും. ഈ വർഷത്തെ സഹകാരി പുരസ്കാരത്തിന് ജോസഫ് ചാലിശ്ശേരി അർഹനായി. പുരസ്കാര വിതരണോദ്ഘാടനം ആര്യാടൻ മുഹമ്മദ് ഫൗണ്ടേഷൻ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് നിർവഹിക്കും. മലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനുമായി ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. 3 നിലകളിലായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് 3.9 കോടി രൂപയാണ് നിർമ്മാണ ചിലവ്. PT കുഞ്ഞു മുഹമ്മദിന്റെ സർഗയാത്രകളെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ ചേർന്നൊരുക്കിയ PT കലയും കാലവും എന്ന പേരിൽ സാംസ്കാരിക മേള സംഘടിപ്പിച്ചു. സംവിധായകൻ സിബി മലയിൽ മേള ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. 6, 7 തീയതികളിലാണ് തിരുനാൾ. എരവ് സെന്റ് തെരേസസ് കപ്പൽപ്പള്ളിയിലെ സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. നാളെ വൈകിട്ട് നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പുമാർ പൂളിക്കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികനാകും. നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ഇരിങ്ങാലക്കുട സന്ദർശനത്തിന്റെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം 17 ഇരിങ്ങാലക്കുട നഗരസഭാ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കും. സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്ത് കടലിൽ ചാടി ആത്മഹത്യാ ശ്രമം. തമിഴ്നാട് തെങ്കപ്പട്ടണം സ്വദേശി റിച്ചാർഡാണ് കടലിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കാഞ്ഞാണി സെന്ററിൽ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പിക്കപ്പ് വാൻ തലകീഴായി മറിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ അപകടത്തിൽ വാൻ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. സംഗീതാധിഷ്ഠിത വാട്സ്ആപ്പ് കൂട്ടായ്മയായ പാട്ടുപീഠികയുടെ ആഭിമുഖ്യത്തിൽ സത്യൻ അന്തിക്കാട് രചിച്ച ഗാനങ്ങളുമായി ഞായറാഴ്ച സാഹിത്യ അക്കാദമിയിൽ ഗാനസന്ധ്യ സംഘടിപ്പിക്കും. ഹൈക്കോടതി ജഡ്ജി മുരളി പുരുഷോത്തമൻ, സംവിധായകൻ സത്യൻ അന്തിക്കാട് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയന് ഇനി പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. 7 അംഗ കമ്മിറ്റി ഈ മാസം 6 ചുമതലയേൽക്കും. കഴിഞ്ഞ 1.5 വർഷമായി
അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഹരി വിജയനെ ഒഴിവാക്കിയാണ് യോഗം കൗൺസിൽ പുതിയ കമ്മിറ്റിയെ നിയോഗിച്ചത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കുഴിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും ഉപരോധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതി പ്രവർത്തകർ അടിയന്തരമായി കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതി ഉപരോധ സമരം നടത്തിയിരുന്നു. പൊയ്യ തിരുത്തുമുറിയിൽ മുറ്റമടിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ അയൽക്കാരൻ കോടാലി കൊണ്ട് തലയ്ക്ക് വെട്ടി. അരിക്കാട്ട് പരേതനായ സുബ്രഹ്മണ്യന്റെ ഭാര്യ ദേവകിക്കാണ് വെട്ടേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട അയൽവാസി അനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഴയും കാലാവസ്ഥാ വ്യതിയാനവും മുണ്ടകൻ കൃഷിയുടെ വിളവിനെ ബാധിച്ചതായി കർഷകർ. കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ നഴ്സുമാർ തൃശൂരിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ NB സുധീഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പളഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ നിർമ്മിച്ച വോളിബോൾ കോർട്ടും കബഡി കോർട്ടും വെള്ളിയാഴ്ച AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. 6-9 വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കോർട്ടുകൾ നിർമ്മിച്ചത്. ചിറ്റട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക സമൂഹം അണിയിച്ചൊരുക്കിയ സാമൂഹിക സംഗീത നാടകം ഒറ്റമരം അരങ്ങേറി. കമ്പിടി തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ആദ്യ പ്രദർശനം വികാരി ഫാദർ വിൽസൺ പിടിയത്ത് ഉദ്ഘാടനം ചെയ്തു. ശനി ഞായർ ദിവസങ്ങളിലാണ് കമ്പിടി തിരുനാൾ. മഹിളാ കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീധനത്തിനെതിരെ സധൈര്യം നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ വരേണ്യ മനസ്സാണ് പിന്നോക്ക വിഭാഗക്കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകരിക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ ഗൂഢാലോചന നടന്നതായി സുരേന്ദ്രൻ. തൃശൂർ മാർ മാറി ശ്ലീഹ പള്ളി തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഡെന്നി ജോൺ തലൂക്കാരൻ കൊടിയേറ്റം നിർവഹിച്ചു. 5, 6, 7 തീയതികളിലാണ് തിരുനാൾ. പ്രവൃത്തി സമയത്ത് ഓഫീസുകൾ അടച്ച് സഹപ്രവർത്തകന്റെ വീട് പാർക്കലിന് ഉദ്യോഗസ്ഥർ പോയത് വിവാദമാകുന്നു. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഇറിഗേഷൻ വകുപ്പ് കൊടുങ്ങല്ലൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസും ഇറിഗേഷൻ സെക്ഷൻ ഓഫീസുമാണ് പ്രവൃത്തി സമയത്ത് അടച്ചത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.